എങ്ങനെ ആരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇൻ്റഗ്രിറ്റി ഉള്ള ആരെ കൊണ്ടുവരണം, ആരാണ് താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? അല്ല ഞാനതിനകത്ത് അനിൽ നമ്പ്യാരെ, ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ഈ ഭാരതം സ്വാതന്ത്ര്യം തന്നാൽ ഇതാരെ ഭരിക്കുക, ഇതാരെ ഏൽപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ളവരുണ്ടോ എന്നൊരു ചോദ്യം പണ്ട് ബ്രിട്ടീഷുകാർ ചോദിച്ചിരുന്നു. ആ ചോദ്യമാണ് രാജഭവൻ സാർ ഇപ്പോൾ ആവർത്തിക്കുന്നത്, ഇതാരെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. സാറേ, നമ്മുടെ കവനൻ്റ് ഒക്കെ രൂപപ്പെടുന്നത് 1949-ലാണ്. ഇന്ത്യൻ ഭരണഘടന വരുന്നത് 1950-ലാണ്. അതിനും 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് മതേതരത്വം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. അപ്പോൾ അങ്ങനെ മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു സർക്കാർ സെക്യുലർ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ സർക്കാർ ഇപ്പോൾ സാങ്കേതികമായി സാറ് പറയും സർക്കാരല്ല നിയമിക്കുന്നത് ദേവസ്വം ബോർഡിനെ എന്നുള്ളത്. പക്ഷേ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ക്യാബിനറ്റിലെ ഹിന്ദു മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നു. അതല്ലേ സത്യം, നടക്കുന്നത് അതല്ലേ. സാറ് പ്രസിഡന്റ് ആയതായാലും പ്രശാന്ത് പ്രസിഡന്റ് ആയതായാലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് വന്നാൽ എനിക്ക് അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തവണ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് UDF ഭരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഹിന്ദു കൗൺസിലേഴ്സിൻ്റെ എണ്ണത്തിൽ ഇടതുപക്ഷത്തിലായിരിക്കും കൂടുതലുണ്ടാവുക. ചിലപ്പോൾ പ്രതിനിധി വന്നേക്കാം. അതല്ലാതെ നാളിതുവരെ ഭരണകക്ഷി താല്പര്യപ്പെടുന്ന ഒരാളല്ലാത്ത ഒരാൾ ഹിന്ദു മിനിസ്റ്റർ. അതെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സാങ്കേതികമായി പറയാവുന്ന കാരണങ്ങളാണ്. ഇവിടെ ജസ്റ്റിസ് നമ്മുടെ കെ പി ശങ്കരൻ നായർ കമ്മീഷനുണ്ട്, ഹൈപ്പവർ കമ്മീഷനുണ്ട്, ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ക്ഷേത്രഭരണം എങ്ങനെ ആവാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കെ പി ശങ്കരൻ നായർ കമ്മീഷൻ വളരെ ശക്തമായിട്ട് എങ്ങനെ ക്ഷേത്രഭരണം നടത്താം, രാഷ്ട്രീയ വിമുക്തമാക്കി നടത്താം, എങ്ങനെ ക്ഷേത്രഭരണം ഇതേ ദേവസ്വം ഭരണ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ രാഷ്ട്രീയ വിമുക്തമാക്കി നടത്താം എന്നുള്ളതിൻ്റെ ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായൊരു ചർച്ച അസംബ്ലിയിൽ നടത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള ചർച്ച പബ്ലിക് ഡൊമൈനിൽ നടത്തിയിട്ടുണ്ടോ? അത് ഏതെങ്കിലും സർക്കാർ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കി അതിൽ നിന്നും രൂപപ്പെടണം എങ്ങനെ ഈ ക്ഷേത്രഭരണം മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വരാൻ നാളിതുവരെ ഒരു ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. അതാണ് ഈ ഒരു വിഷയത്തോട് എനിക്ക് വളരെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ളത്.